നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏഹ്, എനിക്കിന്ന് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏഹ്, ഇന്നലെ ഉണ്ടായ കെ.എസ്.ആർ.ടി.സി ബസ്സിൽ ഉണ്ടായ ഒരു സ്ത്രീയുടെ ആ സ്ത്രീ സ്റ്റോപ്പിൽ നിർത്താൻ പറഞ്ഞിട്ട് അവിടെ സ്റ്റോപ്പില്ലാന്നാണ് ബസ്സിലെ കണ്ടക്ടറും ഡ്രൈവറും പറഞ്ഞത്. എൻ്റെ ഒരു വീക്ഷണത്തിൽ എന്താ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇപ്പോൾ ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്കാണ്, ജനങ്ങളുടെ ഡിമാൻഡുകൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അല്ലാണ്ട് ഇവിടെ ആ സ്ത്രീ അവിടെ ആ സ്ത്രീയുടെ വസ്ത്രം സ് സ് സി ആ ആ ആ സ്ത്രീയുടെ വസ്ത്രം ഒരു പർദ്ദ എന്തോ എന്തോ ആയിക്കോട്ടെ, വസ്ത്രം നോക്കിയിട്ടല്ലല്ലോ നമ്മളൊരു കാര്യം തീരുമാനിക്കേണ്ടത്. ആ സ്ത്രീക്ക് ഇത്രയും 2,00,000 രൂപയുള്ള ബാഗും ആം, ഇങ്ങ ഈ ഇത്രയും നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള കോട്ടൊക്കെ ഇട്ട് വന്ന സ്ത്രീ എന്തിനാണ് ആ സ്ത്രീ ഈ കെ.എസ്.ആർ.ടി.സി ബസ്സിൽ തന്നെ കയറി പോയതെന്നാണ് എനിക്ക് അത്ഭുതം. കാരണം ഇത്രയും കാശുണ്ടെങ്കിൽ ഒരു ടാക്സി ഓൺലൈനിൽ തന്നെ ഇഷ്ടംപോലെ ആപ്പുകളുണ്ട് ടാക്സി വിളിക്കാനും ഓട്ടോ വിളിക്കാനും. അല്ലെങ്കിൽ അവിടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ടാക്സി എന്തെങ്കിലും വിളിക്കാമായിരുന്നു. കെ.എസ്.ആർ.ടി.സി ബസ്സിൽ തന്നെ കയറി എന്നുള്ളതാണ് ആ പെണ്ണിൻ്റെ ധൈര്യം തന്നെയാണത്. എന്തെങ്കിലും ആയിക്കോട്ടെ, കെ.എസ്.ആർ.ടി.സി ബസ്സിൽ കയറിയാൽ അത് കെ.എസ്.ആർ.ടി.സി ബസ്സെന്നല്ല, നമ്മൾ ഏത് ബസ്സിൽ കയറിയാലും ചിലപ്പോൾ സ്റ്റോപ്പില്ലാത്ത സ്ഥലങ്ങളിൽ ബസ്സുകൾ സ്റ്റോപ്പ് ചെയ്യാറില്ല. പക്ഷേ ചില ആളുകൾ പറഞ്ഞാൽ ചിലപ്പോൾ അവർ സ്റ്റോപ്പ് ചെയ്യാറുണ്ട്. അങ്ങനെ എല്ലാവരും സ്റ്റോപ്പ് ചെയ്യാറില്ലെന്ന് പറയാൻ എനിക്ക് കഴിയില്ല. കാരണം എൻ്റെ അനുഭവത്തിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഞാനും ഇതുപോലെ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഇറങ്ങണമെന്ന് പറയുമ്പോൾ ചില ചില കണ്ടക്ടർമാർ അത് അവിടെ എനിക്ക് അതിനുള്ള അനുവാദം തരാറുണ്ട്. ഞാനവിടെ ഇറങ്ങാറുണ്ട് പല അങ്ങനെ എനിക്ക് എൻ്റെ ഒരു അനുഭവത്തിൽ പറയുകയാണ്. ചിലവർ സമ്മതിക്കില്ല. ചിലവർ പറയും അവിടെ സ്റ്റോപ്പില്ലാന്ന് പറയും. അത്രേ ഉള്ളൂ. അങ്ങനെ സംഭവിക്കാറുണ്ട്. പക്ഷേ ഇവിടെ ആ സ്ത്രീ 1, 2 വട്ടം 3 വട്ടം ഇങ്ങനെ ആ സ്ത്രീ നിർത്തണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒന്ന് നിർത്തണമായിരുന്നു. കാരണം എന്തിനാണ് ഇത്രയും വാശി? ഒരു 5, 10 മിനിറ്റ് വൈകിയതുകൊണ്ട് ഇപ്പോൾ അവിടെ ആർക്കൊന്നും അവിടെ നിന്ന് കിട്ടാനില്ല. ഒരു ഒരു എന്താ പറയുക, ജസ്റ്റ് ഒരു സഹായം ചെയ്യുക, അതൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യത്വമാണത്. അല്ലേ? അതും നമ്മുടെ നാട്ടിൽ മാത്രമല്ല അത്, ഏം, അത് എനിക്കിത് ആ സ്ത്രീനെ ഞാൻ പിന്തുണച്ച് പറയണതല്ല. പക്ഷേ ആ ആ സ്ത്രീ ആ സ്ത്രീയുടെ വീഡിയോ ഫൈൻ കിട്ടിയതിന് ശേഷം ആ സ്ത്രീക്ക് എതിരെ വന്ന എനിക്ക് തോന്നുന്നത് ഒരു 90% ആ സ്ത്രീക്ക് എതിരെയാണ് പറയുന്നത്. ആ സ്ത്രീക്ക് അനുകൂലമായിട്ട് ആരും പറയുന്നില്ല. അപ്പോൾ കാരണം ഇത് ഉം, എന്താ പറയുക, എനിക്കൊന്നും പറയാനില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ആ സ്ത്രീക്ക് അനുകൂലമായി പറയാനാണ് എനിക്കാഗ്രഹം. കാരണം ആ സ്ത്രീ ആയിക്കോട്ടെ, ഏതാളായിക്കോട്ടെ, പെട്ടെന്ന് നിർത്തണം എന്ന് പറഞ്ഞാൽ അത്ര അത്യാവശ്യമുള്ളതുകൊണ്ടാണ് അവർ അവിടെ നിർത്താൻ പറയണത് അല്ലേ? അപ്പോൾ 1, 2 വട്ടം 3 വട്ടം പറയുമ്പോൾ ഒന്ന് നിർത്തുകയാണെങ്കിൽ ഇപ്പം എന്താ കുഴപ്പം? അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് തോന്നുന്നില്ല അങ്ങനെ ഒരു സ്റ്റോപ്പ് ചെയ്തോണ്ട്. ഇതുപോലെ ഫ്ലൈറ്റോ ട്രെയിനൊക്കെ ആണെങ്കിൽ ഓക്കെ, അതൊന്നും നിർത്താൻ പറ്റില്ല. ഇത് ബസ്സാണ്. ഒരു കുറച്ച് ഒന്ന് സ്ലോ ആക്കി ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ അവിടെ സൈഡിൽ നിർത്താവുന്നതല്ലേ ഉള്ളൂ. അവിടെ ആ സ്റ്റോപ്പിൽ തന്നെ നിർത്തുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ആ സ്ത്രീ പറയുന്നത് അവിടെ സ്റ്റോപ്പുണ്ടെന്നാണ് ആ സ്ത്രീയും പറയണത്. ഇവർക്കത് ഇവരത് കരുതി കൂട്ടി നിർത്താണ്ടായിട്ടുണ്ടാവും. അതാണ് ഉണ്ടായിട്ടുണ്ടാവുക. അതാണ്. അത് ഇതൊക്കെ ഒരു പാഠമാവണം. ഇതൊക്കെ ഇനി ഇതുപോലെ ആവർത്തിക്കാതിരിക്കാൻ ഗവൺമെൻറ് അത് ഇപ്പോഴത്തെ പുതിയ മന്ത്രി ആരോ അവിടുത്തെ എം.എൽ.എ ആരോ അവരിടപെട്ട് ഇതിന് എത്രയും പെട്ടെന്ന് ഇതുപോലുള്ള കാര്യങ്ങൾ, ഇത് ചെറിയ കാര്യമായിക്കോട്ടെ വലിയ കാര്യമായിക്കോട്ടെ, ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ വ്യക്തമായ സൊല്യൂഷൻ കണ്ടെത്തി അത് പരിഹരിക്കണം. എന്നാലേ ആ നാടിന് ഗുണമുണ്ടാവൂ. എന്ത് കാര്യമായിക്കോട്ടെ, നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ഡിമാൻഡിനാണ്, ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്കാണ് പ്രധാനം. അല്ലാണ്ട് ഒരു മന്ത്രിയുടെ അഭിപ്രായമോ മറ്റുള്ള കാര്യങ്ങൾക്കല്ല പ്രധാനം വേണ്ടത്. അല്ലേ? ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? നമ്മുടെ നാട്ടിൽ നമ്മുടെ ജനങ്ങളെ വോട്ട് ചെയ്തിട്ടാണ് മന്ത്രിമാരായിട്ടുള്ളത്. അപ്പോൾ ജനാധിപത്യ നാടാണ് നമ്മുടെ ഇന്ത്യ. പക്ഷേ ഇവിടെ ജനാധിപത്യ കാര്യങ്ങളൊന്നും കാണുന്നില്ല.
എല്ലാം ചില കാശുള്ള ആൾക്കാരുടെയോ മറ്റ് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു നാടായി മാറുകയാണ് നമ്മുടെ ഇന്ത്യ. ഇതൊരു കേരള. മറ്റുള്ള സംസ്ഥാനങ്ങളും ഓൾമോസ്റ്റ് എല്ലാം ഇങ്ങനെയൊക്കെ തന്നെയാണ്. പകരം എൻ്റെ ഒരു അഭിപ്രായത്തിൽ പകരം ഇതിപ്പോൾ ദുബായിലായിരുന്നെങ്കിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും പെട്ടെന്ന് തന്നെ ഫൈൻ ഇടില്ല. ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ആ ഫൈൻ പൈസ തിരിച്ചു കൊടുത്ത് അവിടുത്തെ പരമാധികാരി, അവിടുത്തെ ചീഫ് ആരെങ്കിലും അവർ ഒരു നല്ലൊരു റിവാർഡ് കൊടുക്കേണ്ടതാണ്. കൊടുക്കായിരിക്കാം. എനിക്ക് തോന്നുന്നു അവിടെ അങ്ങനെ ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അവിടെ ദുബായിലൊക്കെ ട്രാഫിക്കിൽ ഇപ്പോൾ ഈ ഡെലിവറി ബോയ്സ് ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടാണ്. അവിടെ റോഡിൽ എന്തോ കല്ലോ എന്തോ വന്ന് കിടന്നിട്ട് അത് വാഹനങ്ങൾക്ക് തടസ്സമുണ്ടായപ്പോൾ അവരതെടുത്ത് മാറ്റി. ആ വീഡിയോ ദുബായ് പോലീസ് കണ്ടു. അയാളെ നേരെ സ്റ്റേഷനിൽ വിളിച്ചിട്ട് പാരിതോഷികം കൊടുക്കുക ചെയ്തത്. എത്രയുണ്ട് ക്യാഷും കൊടുത്തു, സർട്ടിഫിക്കറ്റും കൊടുത്തു. കാരണം അതാണ് ദുബായ്. അതൊക്കെ അതുപോലെ നമ്മുടെ നാട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പോഴാണ് ജനങ്ങൾക്ക് നമ്മുടെ നാട് ഇങ്ങനെയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നൊരു തോന്നൽ വരും. അല്ലാണ്ട് ഇവിടെ നല്ല കാര്യം ചെയ്യുന്നവരെ മാറ്റി നിർത്തും, കാശുള്ളവരെ മാത്രം സിന്ദാബാദ് വിളിക്കുന്ന ഒരു നാടായിട്ട് മാറരുത് നമ്മുടെ ഇന്ത്യ. ജനങ്ങളുടെ അഭിപ്രായങ്ങൾക്കാണ് പ്രധാനം. ഇതാണ് എനിക്ക് പറയാനുള്ള കാര്യം. ഇവിടെ ആ സ്ത്രീ പറഞ്ഞതിൽ ആ സ്ത്രീ അത്രയും ഒരുപാട് വട്ടം നിർത്തണം എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് നിർത്തണോണ്ട് ഇപ്പോൾ ആർക്കും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ആ സ്ത്രീയുടെ പൈസ പോയിക്കോട്ടെ. ആ സ്ത്രീയുടെ 28,000 രൂപ ആ സ്ത്രീക്ക് കൊടുത്ത് അത് നിയമമാണ്. അങ്ങനെ ചില്ല് ആ സ്ത്രീ ദേഷ്യം കൊണ്ട് പൊട്ടിച്ചതാണ്. അതൊക്കെ അത് മനസ്സിലായി കാണും. അത് മനസ്സിലാകുന്നു. പക്ഷേ അത് ആ സ്ത്രീയുടെ തെറ്റ് സമ്മതിച്ചു. പക്ഷേ ഞാൻ പറയുന്നത് ഒരു മനുഷ്യത്വം, എന്താ പറയുക, ജനങ്ങളുടെ എന്താ പറയുക, ഒരു വിട്ടുവീഴ്ച, ഒരു സൗഹൃദം, ഇതൊക്കെ കാണിക്കുമ്പോഴാണ് അതൊരു യഥാർത്ഥ ഒരു നാടായി മാറുന്നത്. ഇങ്ങനെയൊക്കെ കടും പിടിച്ച് എന്താ പറയുക, ഇത്രയും പെർഫെക്റ്റായിട്ട് നിയമം അനുസരിക്കുന്നവരാണോ ഈ KSRTCക്കാർ? എന്നാൽ അങ്ങനെയാണെങ്കിൽ അവർക്കൊരു അവാർഡ് കൊടുക്കേണ്ടതാണ് ആദ്യം തന്നെ. ഇപ്പോൾ ഇതൊക്കെ മാറേണ്ടതാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല, ഇത്രയധികം ആളുകൾ ആ സ്ത്രീക്കെതിരെ സൈബർ ആക്രമണം ചെയ്യുന്നെന്ന് പറഞ്ഞാൽ ആ ഒരു സപ്പോർട്ടിങ് വളരെ കുറവാണ്. 90% ആൾക്കാർ ആ പെണ്ണിനെതിരെയാണ് സംസാരിക്കുന്നത്. ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ തെറ്റ് തന്നെയാണ്, ഞാൻ സമ്മതിക്കുന്നു. ചില്ല് പൊട്ടിക്കാൻ പാടില്ല, അത് ശരിയാണ്. ഒരു ബസ്സിൻ്റെ ആ സ്ത്രീയുടെ ബസ്സൊന്നുമല്ല, അത് ഗവൺമെൻറ് ബസ്സാണ്. ആ ബസ്സിൻ്റെ ചില്ല് പൊട്ടിച്ചാൽ അതിനുള്ള നഷ്ടപരിഹാരം കൊടുക്കേണ്ടതാണ്. പക്ഷെ അത് 25,000 രൂപയ്ക്ക് വളരെ കൂടുതലായി തോന്നുന്നു. കാരണം ഒരു ചില്ലിന് മാക്സിമം 4,000 5,000 രൂപ വരുമായിരിക്കും. അതും ഡോറിൻ്റെ ഗ്ലാസ്സാണ്. അതിന് ചിലപ്പോൾ ഒരു 2,000 രൂപ വരുമായിരിക്കും. മെയിൻ മറ്റേ ഫ്രണ്ട് ഗ്ലാസ് ഒന്നുമല്ല. അപ്പോൾ 28,000 രൂപ ആയെന്ന് പറയുമ്പോൾ അത് എന്ത് കാര്യത്തിന് ഇത്രയധികം പൈസ? ശരിക്കും ആ സ്ത്രീക്ക് നിയമപരമായിട്ടൊരു കേസിന് പോവാം. കാരണം ഇത്രയധികം ഫൈൻ അടയ്ക്കേണ്ട കാര്യമില്ല. ബസ് നിർത്താൻ പറ്റില്ലാണെങ്കിൽ അവിടെ സ്റ്റോപ്പ് ഉണ്ടെങ്കിൽ അവരവിടെ നിർത്തിയില്ലെങ്കിൽ ആ KSRTC ബസ്സുകാർക്കെതിരെ കേസ് കൊടുക്കാം. സ്റ്റോപ്പുള്ള സ്ഥലങ്ങളിൽ ബസ്സുകൾ നിർത്തേണ്ടതാണ്. പക്ഷെ ഇവിടെ ബസ്സുകൾ നിർത്തിയിട്ടില്ല. അപ്പോൾ അത് ശരിക്കും അത് നോക്കി അത് മനസ്സിലാക്കി അതിനെതിരെ തിരിച്ചും ആ സ്ത്രീ കേസ് ആവണമായിരുന്നു. പക്ഷേ ഇതാ സ്ത്രീ കോംപ്രമൈസിന് തയ്യാറായി എത്രയും പെട്ടെന്ന് ആ സ്ത്രീ കേസ് ക്ലോസ് ചെയ്യാണ് ചെയ്തത്. ശരിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ആ സ്ത്രീ തിരിച്ച് അവർക്കെതിരെ കേസ് കൊടുക്കണമായിരുന്നു. അത് കാരണം ഇവിടെ കോംപ്രമൈസിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം അവിടെ സ്റ്റോപ്പുള്ള സ്ഥലങ്ങൾ ബസ്സുകൾ സ്റ്റോപ്പ് ചെയ്തില്ലെങ്കിൽ അതിനെതിരെ കേസ് കൊടുക്കാൻ പറ്റും ഇല്ലേ? 28,000 രൂപ ആ സ്ത്രീ ആ സ്ത്രീക്ക് എത്രയും കാശുണ്ടായിരിക്കും. ഇതൊന്നുമല്ല എനിക്ക് ആ സ്ത്രീയോട് പറയാനുള്ള കാര്യം. നിങ്ങൾക്ക് ഇത്രയധികം എന്താ പറയുക, ഇത്ര അർജൻറ്റായിട്ട് KSRTC ബസ്സിൽ തന്നെ കയറണമെന്ന്
നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആഗ്രഹിച്ചതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്. എനിവേ താങ്ക് യു.